പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സംഘപരിവാറും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചിരുന്നില്ലെങ്കിൽ ഇന്ത്യ ഇന്ന് കൂടുതൽ സമ്പന്നവും ജനാധിപത്യപരവുമായിരിക്കുമെന്ന് പുതിയ പഠനം. ഇതൊരു സാധാരണ വിമർശനമോ സർക്കാരിനെ വിമർശിക്കുന്നവർക്ക് മാത്രം യാഥാർത്ഥ്യമായി തോന്നുന്നതോ അല്ലെന്ന് കൃത്യമായ ഡേറ്റകൾ ഉപയോഗിച്ച് റിപ്പോർട്ട് വിലയിരുത്തുന്നു. ടെക്സസ് ടെക് യൂണിവേഴ്സിറ്റിയിലെ കെവിൻ ഗ്രിയറും റോബിൻ ഗ്രിയറുമാണ് പഠന റിപ്പോർട്ട് പുറത്തുവിട്ടത്. മോഡി ഭരിച്ച ഒരു ദശാബ്ദത്തിൽ ഇന്ത്യയുടെ പ്രകടനം 10 നിർണായക ഭരണ സൂചികകളിലും പ്രതിശീർഷ GDPയുടെ കാര്യത്തിലും പിന്നിലേക്കായെന്ന് വാഗ്ദാനങ്ങൾ മോഡിക്കും BJPക്കും കീഴിലുള്ള ഇന്ത്യയുടെ ഭരണവും വളർച്ചയും എന്ന റിപ്പോർട്ട് അടിവരയിടുന്നു. 2014 വരെ ഉണ്ടായിരുന്ന സമീപനത്തിൽ തന്നെ തുടർന്നിരുന്നെങ്കിൽ രാജ്യത്തിന്റെ പ്രതിശീർഷ വരുമാനം 2023 ഉണ്ടായിരുന്നതിനേക്കാൾ $1000 കൂടുതലായിരിക്കുമെന്നാണ് കണ്ടെത്തൽ. രാഷ്ട്രീയ അഴിമതിയും വളരെ കുറവായിരുന്നു. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെയും മറ്റ് 7 നിർണായക സൂചികകളുടെയും റാങ്കിങ്ങിലും രാജ്യം വളരെ മികച്ച പ്രകടനം കാഴ്ചവെക്കുമായിരുന്നു. രാഷ്ട്രീയ അഴിമതി, ജനാധിപത്യം, ലിബറൽ ജനാധിപത്യം, ആവിഷ്കാര സ്വാതന്ത്ര്യം, മതസ്വാതന്ത്ര്യം, സംഘടനാ സ്വാതന്ത്ര്യം, നിയമത്തിന് മുന്നിലെ തുല്യത, വിവേചനരഹിത സംരക്ഷണം, എക്സിക്യൂട്ടീവിലെ ജുഡീഷ്യൽ നിയന്ത്രണങ്ങൾ, നിയമനിർമ്മാണ നിയന്ത്രണങ്ങൾ എന്നിവയാണ് ഗവേഷകർ പരിശോധിച്ചത്. 1984 2023 കാലയളവ് മുതൽ 2024-2023 വരെയുള്ള 30 വർഷത്തിനിടെ ഇന്ത്യയെയാണ് പഠന വിധേയമാക്കിയത്. മോഡിയുടെ കീഴിലുള്ള ഇന്ത്യ ജനാധിപത്യം, ഭരണം, സ്ഥാപനങ്ങൾ എന്നിവയിലെ ഫലങ്ങൾ വളരെ മോശമായി. 10 ഘടകങ്ങളിലും ഗുരുതരമായ രീതിയിൽ മോശം പ്രവണത പ്രകടമായിട്ടുണ്ട്. പകുതി എണ്ണത്തിലും മുൻകാലത്തെ അപേക്ഷിച്ച് 45% വഷളായി റിപ്പോർട്ട് പറയുന്നു. ലിബറൽ ജനാധിപത്യം, മതസ്വാതന്ത്ര്യം, ആവിഷ്കാര സ്വാതന്ത്ര്യം, നിയമത്തിന് മുന്നിലെ സമത്വം എന്നിവ ഏതാണ്ട് ഇല്ലാണ്ടായി. മതസ്വാതന്ത്ര്യമാണ് ഏറ്റവും കുത്തനെ ഇടിഞ്ഞത്. UPA സർക്കാർ 3ാം തവണ അധികാരത്തിൽ തിരിച്ചെത്താത്തതിന്റെ പ്രധാന കാരണങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്നത് രാഷ്ട്രീയ അഴിമതിയാണ്. അത് മോഡി ഭരണകാലത്ത് ഗണ്യമായി വളർന്നു. 2024-23 കാലയളവിൽ 46.8% രാഷ്ട്രീയ അഴിമതി വളർന്നത്. സാമ്പത്തിക പ്രകടനമാണ് വിശകലനം ചെയ്യുന്ന മറ്റൊരു പ്രധാന ഘടകം. മോഡിയുടെ ഭരണകാല വിജയഗാഥ എടുത്തു കാണിക്കാൻ സർക്കാർ ആവർത്തിച്ച് ഊന്നിപ്പറയുന്ന ഒരു ഘടകമാണ് GDP വളർച്ച. 2015 മുതൽ ഇന്ത്യ അതിന്റെ GDP വ്യവസ്ഥാപിതമായി തെറ്റായി കണക്കാക്കുന്നു എന്ന ആശങ്ക റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. സർക്കാരിന്റെ ഡേറ്റ ഉപയോഗിച്ചിട്ടും നിഗമനം നെഗറ്റീവായി തുടർന്നുവെന്നും യഥാർത്ഥ ഡേറ്റ പരിശോധിച്ചാൽ പ്രകടനം ഇതിലും മോശമായിരിക്കുമെന്നാണ് കണ്ടെത്തൽ. രാജ്യത്തെ പ്രതിപക്ഷവും സാമ്പത്തിക വിദഗ്ധരും കേന്ദ്രത്തിന്റെ GDP ഗിമ്മിക്കിനെ കുറിച്ച് നാളിതുവരെ ചൂണ്ടിക്കാണിച്ചിരുന്ന കാര്യം തന്നെയാണ് പുതിയ റിപ്പോർട്ട് ശരിവെക്കുന്നത്. ഇന്ത്യയിൽ പട്ടികവർഗക്കാർ, പട്ടികജാതിക്കാർ, ദളിതർ, റോഹിംഗ്യർ അഭയാർത്ഥികൾ എന്നിവർക്കെതിരെയുള്ള മനുഷ്യാവകാശ ലംഘനങ്ങളിൽ കടുത്ത ആശങ്ക രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഐക്യരാഷ്ട്രസഭാ സമിതിയുടെ റിപ്പോർട്ട് പുറത്തുവന്നതും കഴിഞ്ഞ ദിവസമാണ്. സമൂഹത്തിന്റെ താഴെത്തട്ടിലുള്ള ഈ വിഭാഗങ്ങൾ നിരന്തരം വംശീയ ആക്രമണങ്ങൾ, അമിതമായ ബലപ്രയോഗം, വ്യാജ ഏറ്റുമുട്ടൽ കൊല, നിയമവിരുദ്ധമായി ദീർഘകാലം തടവിൽ പാർപ്പിക്കൽ, ക്രൂരമായ മർദ്ദനം, ലൈംഗിക അതിക്രമങ്ങൾ എന്നിവയ്ക്ക് ഇരയാക്കുന്നതായി വംശീയ വിവേചനം ഇല്ലാതാക്കുന്നതിനുള്ള സമിതി ചൂണ്ടിക്കാട്ടി. വിവിധ മനുഷ്യാവകാശ പ്രവർത്തകർ നിരന്തരം ഉന്നയിക്കുന്ന ഗൗരവമേറിയ വിഷയങ്ങൾ തന്നെയാണ് UN സമിതിയും ചൂണ്ടിക്കാട്ടിയത്. ന്യൂനപക്ഷങ്ങൾക്കെതിരായ വിവേചനവും വിദ്വേഷ പ്രസംഗങ്ങളും തടയാൻ കർശന നടപടികൾ സ്വീകരിക്കണമെന്ന് സമിതി കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുകയും ചെയ്തു. ഭരണഘടന ഉറപ്പു നൽകുന്ന തുല്യതയും ജീവിക്കാനുള്ള അവകാശവും എല്ലാവർക്കും ഉറപ്പാക്കണമെന്നാണ് സമിതിയുടെ നിർദ്ദേശം. മോഡിയുടെ കീഴിലുള്ള ഇന്ത്യ എത്രമാത്രം ജനാധിപത്യ വിരുദ്ധമായി എന്നതിലെ ആഗോള ആശങ്കയാണ് മേൽപ്പറഞ്ഞ 2 റിപ്പോർട്ടുകളും വെളിപ്പെടുത്തുന്നത്. വിദ്യാർത്ഥി സമരത്തെ പോലും ശത്രു സൈന്യത്തെ എന്ന പോലെ നിഷ്ഠൂരമായി ആക്രമിക്കുന്ന ഭരണകൂടത്തെ നാം 1 മാസം മുമ്പ് ഡൽഹിയിൽ കണ്ടു. സെപ്റ്റംബർ 1 ഡൽഹിയിൽ നടത്തുന്ന ബദലാവ് സരൂരി ഹേ മാർച്ചിൽ പങ്കെടുക്കുന്ന പ്രവർത്തകർക്കായി ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുൻകൂർ പണം നൽകി ബുക്ക് ചെയ്ത ട്രെയിനുകൾ ഭരണകൂട ഇടപെടലിലൂടെ കാരണം പറയാതെ റദ്ദാക്കുന്നതും രാജ്യം കണ്ടു. ഫാസിസത്തിന്റെ ഇരുട്ടിൽ നിന്നുള്ള മോചനത്തിന് ഒരുമിച്ചുള്ള പോരാട്ടം തന്നെയാണ് മാർഗം.